പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ആവേശകരമായിട്ടുള്ള ഒരു ഇലക്ഷൻ നമ്മളാരും കണ്ടിട്ടുണ്ടാവില്ല. കാരണം അത്രയധികം ജനസാഗരമായിരുന്നു പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ ഫ്ലോറിലും പൂത്തിരി കത്തി. അജി പുഷ്കറിന്റെ വക പൂത്തിരിയാണ്. പക്ഷേ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ആരോപണ പ്രത്യാരോപണങ്ങളുടെ ഒരു ഇലക്ഷനായിരുന്നു. കാരണം അത്രയധികം ആരോപണങ്ങളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നേതാക്കന്മാരാണെങ്കിലും അണികളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കുന്നത്. കാരണം ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്തോന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ജനകീയ വിഷയങ്ങൾ ചർച്ച കഴിഞ്ഞ ഒരു 10-33 ദിവസമായിട്ട് നമുക്കും വിശ്രമിക്കാൻ നേരമില്ലാത്തവണ്ണം വിവാദങ്ങളായിരുന്നു. അതെ. കാരണം ട്രോളി വിവാദമൊക്കെ എന്ന് പറയുന്നത് ദിവസങ്ങളോളം ട്രോളി വിവാദത്തിലേക്ക് പോയി. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഉണ്ടായ വിവാദങ്ങളല്ല, അത് കേരളത്തിന്റെ മൊത്തം സംസ്ഥാന രാഷ്ട്രീയം മൊത്തം ബാധിച്ച പിടിച്ചുലച്ച വിവാദങ്ങളാണ് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മാത്രം നമ്മൾ കണ്ടത്. മറ്റ് 2 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു. വയനാട്ടിൽ നടന്നിരുന്നു, ചേലക്കരയിൽ നടന്നു. വയനാട്ടിലെ അരിയിലെ പുഴു മറക്കരുത്. അരിയിലെ പുഴു ഉണ്ടായി. അത് അവസാന ഘട്ടത്തിലുണ്ടായ ഒരു വിഷയമാണ്. എങ്കിൽ കൂടിയും ശരിക്കും 13-ാം തീയതി 3 ഇലക്ഷനും കൂടെ ഒന്നിച്ച് തീർത്ത് സമാധാനത്തോടെ 23-ാം തീയതി വരെ ഇരിക്കാന്ന് വിചാരിച്ച് നമുക്കാണ് 20-ാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയത്. പക്ഷെ പാലക്കാട്ടാണല്ലോ ഏറ്റവും കൂടുതൽ ഈ ഒരു ആരായിരിക്കും ജയിക്കുക എന്നുള്ള ആകാംക്ഷ കൂടുതൽ. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് സംബന്ധിച്ചിടത്തോളം 3 സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് 3 പാർട്ടികളെ സംബന്ധിച്ച് നിർണായകമായ ഇലക്ഷനാണല്ലോ പാലക്കാട് നടന്നത്. അവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അവർക്ക് ഈ മണ്ഡലം തിരിച്ചു പിടിച്ചേ പറ്റുള്ളൂ. കാരണം അവർക്ക് ഏറ്റവും അധികം അവരുടെ സ്ട്രോങ് ഹോൾഡായ ഒരു മണ്ഡലമാണ്. അവരുടെ A ക്ലാസ് മണ്ഡലങ്ങൾ ഒന്നാണ് പാലക്കാട്. അത് മാത്രമല്ല ശ്രീ ആൻഡ്രോസിന്, അതായത് നമ്മൾ പറയും നേമത്താണ് ജയിച്ചത്, ശരിയാണ്. നേമത്താണ് ആദ്യമായിട്ട് ഒരു MLA ഉണ്ടാകുന്നത്. പക്ഷെ നേമത്തെ സാഹചര്യം എന്തായിരുന്നു? രാജഗോപാലിനെ പോലെ അവിടെ മത്സരിച്ചു, പലതവണ മത്സരിച്ച് തോറ്റ ഒരാളെന്ന് മാത്രമല്ല, അവിടെ അപ്പുറത്തുണ്ടായിരുന്നു UDFന്റെ കാൻഡിഡേറ്റ് സുരേന്ദ്രൻ പിള്ളയാണ്. സുരേന്ദ്രൻ പിള്ള മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ, ശിവൻകുട്ടിക്കെതിരായ ഒരു വികാരമുണ്ടായിരിക്കുന്ന മണ്ഡലത്തിൽ രാജഗോപാൽ വിജയിച്ചു വന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ പാലക്കാട് നിയോജകമണ്ഡലം അങ്ങനല്ല. പാലക്കാട് നിയോജകമണ്ഡലം എന്ന് പറയുന്നത് BJP കൃത്യമായ ഗ്രോത്ത് കാണിക്കുന്ന മണ്ഡലമാണ്. അത് കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ഏതാണ്ട് 15-20% വോട്ട് വളർച്ച ഉണ്ടാക്കിയ മണ്ഡലമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം എത്രയാണ്? 3857 വോട്ടിനാണ് കഷ്ടിച്ച് ഷാഫി കടന്നുകൂടിയത്. ഇഞ്ചോടിഞ്ച് മത്സരം. അവസാനം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിങ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഏറ്റവും അധികം ആകാംക്ഷ ഉണ്ടാക്കിയ മണ്ഡലം ഏതായിരുന്നു? പാലക്കാട് മണ്ഡലമായിരുന്നു. പാലക്കാട് ആര് വിജയിച്ചു വരും എന്നുള്ളതായിരുന്നു. അതായത് 99 സീറ്റുമായി CPM വളരെ മുന്നിലെത്തിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ തുടർഭരണം ഉണ്ടായി എന്നുള്ളതൊക്കെ നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ പാലക്കാട് അവസാന നിമിഷം വരെ ആങ്സൈറ്റി ഉണ്ടായ കൗണ്ടിങ് നടന്ന മണ്ഡലമാണ്. 3857 വോട്ടിന് കഷ്ടിച്ച് ഷാഫി പറമ്പിൽ കടന്നു കയറി. അപ്പോൾ ഇപ്രാവശ്യം എന്ന് പറയുന്നത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ സീറ്റ് വിജയിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ഗേറ്റ് വേ എന്ന് പറയുന്നത് പാലക്കാടാണ്. അത് നിയമമല്ല. നിയമം അത്ഭുതകരമായി കിട്ടിയ ഒരു കാര്യമാണ്. സാഹചര്യപരമായി BJP ഗുണം ചെയ്യുന്ന ഒരു അന്തരീക്ഷമുണ്ടായി. അവിടെ ശിവൻകുട്ടിയാണ് മത്സരിച്ചത്. ശിവൻകുട്ടി ഒരു എക്സിസ്റ്റിംഗ് MLA ആയിരുന്നു. അദ്ദേഹത്തോട്ട് ഇൻകംബൻസി ഫാക്ടർ ഉണ്ടായിരുന്നു. ആ മറുവശത്ത് നിന്ന് സുരേന്ദ്രൻ പിള്ളയാണ്. അങ്ങേറ്റം എത്ര വോട്ടാണ്? വളരെ നിസ്സാരമായ വോട്ടാണെന്ന് അദ്ദേഹത്തിന് കിട്ടിയത്. രാജഗോപാൽ എത്ര തവണയാണ് തിരുവനന്തപുരത്ത് മത്സരിച്ചത്? അദ്ദേഹത്തോട്ട് സെന്റിമെന്റ്സ് ഉണ്ട് എന്ന് മാത്രമല്ല, ഒരു പ്രത്യേക ഘട്ടത്തിൽ രാജഗോപാൽ ഷർട്ട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാ തിരുവനന്തപുരം മണ്ഡലത്തിൽ, ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചു എന്നുറപ്പിച്ച്. അപ്പൊ ആ അർത്ഥത്തിലൊക്കെ നിയമമല്ല, മറിച്ച് പാലക്കാട് തന്നെയാണ് BJPയെ സംബന്ധിച്ച്. അതേപോലെ തന്നെ വിധി മലമ്പുഴ C കൃഷ്ണകുമാർ മത്സരിച്ച മലമ്പുഴ മണ്ഡലം ഉണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് 2ാം സ്ഥാനത്തേക്ക് വന്ന മണ്ഡലമാണ് അല്ലേ? മലമ്പുഴ മണ്ഡലം 2ാം സ്ഥാനം വന്നത്. കാരണം അവിടെയും ഈ C കൃഷ്ണകുമാർ അവിടെ വോട്ട് ഭയങ്കരമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. മലമ്പുഴ മണ്ഡലം അവിടെ CPMന്റെ സ്ട്രോങ് ഹോൾഡ് മണ്ഡലമായിരുന്നു. അവിടെ അച്യുതാനന്ദൻ മത്സരിച്ച മുഖ്യമന്ത്രിയായ മണ്ഡലമാണ്. അവിടെ വരെ BJPക്ക് നല്ല സ്ട്രോങ് ഹോൾഡ് ആക്കാൻ വേണ്ടിയിട്ട് ഈ കൃഷ്ണകുമാർ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ BJPനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് മണ്ഡലം പിടിച്ചെടുക്കാൻ അവരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? CPM സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പ്രാവശ്യം പാലക്കാട് കിട്ടിയില്ല, പാലക്കാട് ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് മത്സരിക്കുന്നത്. അത്രയധികം ജനപങ്കാളിത്തം അവർക്ക് കൊണ്ടുവരാൻ പറ്റി. കേരളത്തിലുള്ള മന്ത്രിമാരടക്കം കേരളത്തിലെ മിക്ക നേതാക്കന്മാർ പാലക്കാട് തമ്പടിച്ച് വർക്ക് ചെയ്യുന്നത്. കാരണം CPMനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ശൈലി ഇല്ല. CPM അതാത് മണ്ഡലത്തിലെ നേതാക്കന്മാർ വർക്ക് ചെയ്ത് അവിടെ പിടിച്ചെടുക്കലാണ് സാധാരണ CPM നടക്കുക. പക്ഷേ ഇവിടെ പാലക്കാട് എന്ത് സംഭവിച്ചു? പാലക്കാട് എല്ലാ നേതാക്കന്മാരും, മന്ത്രിമാരും, പാർട്ടിയുടെ നേതാക്കന്മാരും, DYFIൻ്റെയും SFIൻ്റെയും മുഴുവൻ നേതാക്കന്മാരും, വസീഫും സനോജൊക്കെ AR റഹീം അടക്കമുള്ള നേതാക്കന്മാരെല്ലാം തമ്പടിച്ച് മത്സരിക്കും. പ്രചരണത്തിലായിരുന്നു അവിടെ. എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന വസീഫും പറഞ്ഞ റഹീം അടക്കമുള്ള നേതാക്കന്മാരെ, രാജേഷ് അടക്കമുള്ള മിനിസ്റ്റേഴ്സ് ആയിരുന്നു. അപ്പം അവിടെ ഉണ്ടായിരുന്ന നേതാക്കന്മാരെക്കാളും പാലക്കാട് സ്ട്രോങ് ആയ നേതാക്കന്മാരെക്കാളും അപ്പുറം ഇവർ വന്ന് അവിടെ പ്രചാരണത്തിലേക്കും അതിലൊരു വലിയ മാറ്റം ശരിക്കും പാലക്കാട്. കാരണം അത്രയൊരു ആവേശം കാണുന്നുണ്ട് ഇപ്പോൾ.
പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം സംഘടനാ സംവിധാനത്തിൽ ഒരു ശോഷണമുള്ള സ്ഥലമാണെങ്കിൽ പോലും അവിടെ വലിയൊരു ആരവം ഉണ്ടാക്കാൻ വേണ്ടി LDF കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കോൺഗ്രസ് സംബന്ധിച്ചോളം ഷാഫിയുടെ കയ്യിലിരുന്ന 15 വർഷമായിട്ട് കയ്യിലിരുന്ന ഒരു മണ്ഡലം അവരെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ തിരിച്ചു പിടിക്കുക, അവരെ വോട്ടിംഗ് ഷെയർ കൂട്ടുക, 3000 സംതിങ്ങുള്ള വോട്ടിൽ നിന്നും 15,000-ലേക്ക് 5 അക്കത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഈ പറഞ്ഞ ഷാഫി എന്തുകൊണ്ട് അവിടുന്ന് വടകരയ്ക്ക് മാറി, അത് BJP കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ആരോപണം നേരുന്ന സ്ഥലത്ത് നിന്നും അത് അങ്ങനെയല്ല, ഇതിൻ്റെ വോട്ട് ഷെയർ കൂടും, അത് ഷാഫിയുടെ സ്വന്തം പറയുന്നത് പോലെയാണ്, അല്ലെങ്കിൽ ഷാഫിക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും എന്നുള്ളത് ഷാഫിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു മണ്ഡലമായി പാലക്കാട് മാറി എന്നുള്ളത്. അവിടെ വേറെ കാര്യമുണ്ട്. 2016 ഷാഫി പറമ്പിൽ അവിടെ മത്സരിക്കുമ്പോൾ അതിശക്തമായ മത്സരം തന്നെയാണ് അവിടെ നടന്നത്. അന്ന് 7500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി അവിടെ ജയിക്കുന്നത് 2016. 2011 മത്സരിക്കുമ്പം 17,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാക്കി ഷാഫി. അന്ന് ശോഭ ഏറ്റവും നന്നായി മത്സരിച്ച് BJPയുടെ വളർച്ച നേടിയൊരു സമയമാണ്.